നമ്മുടെ ആത്മാഭിമാനത്തിന് ഒരു മുറിവേൽക്കുന്ന നിമിഷം സാധാരണയായി രണ്ടു വഴികളാണ് നമുക്ക് മുന്നിൽ തെളിയാറുള്ളത്. ഒന്നുകിലെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ തിരിച്ചടിക്കുക. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ആചാര്യ ചാണക്യൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു മാർഗ്ഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ബുദ്ധിപരമായ പ്രതികാരമാണ്. അറിവില്ലാത്തവരോടും ദുഷ്ടബുദ്ധികളോടും കാണിക്കുന്ന അമിതമായ ക്ഷമ നിങ്ങളെത്തന്നെ അപകടത്തിലാക്കുമെന്നാണ് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത്. അവരുടെ തെറ്റുകളെ കണ്ണടച്ച് അവഗണിക്കുന്നത് കത്തുന്ന തീയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണ്. അർഹതയില്ലാത്തവർക്ക് മാപ്പ് നൽകുന്നത് നിങ്ങളെ വീണ്ടും വീണ്ടും ദുർബലനാക്കുകയേയുള്ളൂ. അതേസമയം ഒരു നല്ല മനുഷ്യനോട് കാട്ടുന്ന അനാദരവ് കാലം തെളിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൈപ്പേറിയ ഒരു പാഠമായി തിരിച്ചടിയാകുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും മൗനം പാലിക്കുന്നതോ അനാവശ്യമായി പ്രതികരിക്കുന്നതോ ശരിയായ രീതിയല്ല. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ മറുപടി നൽകുന്നതാണ് യഥാർത്ഥ ബുദ്ധി. പ്രത്യേകിച്ച് മോശം സ്വഭാവമുള്ള ഒരാൾ നിങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്താൽ തീർച്ചയായും അതിന് തിരിച്ചടി നൽകിയിരിക്കണം. കാരണം അങ്ങനെയുള്ളവർ വിഷപ്പാമ്പുകളേക്കാൾ അപകടകാരികളാണ്. അവർക്ക് നിങ്ങളുടെ നന്മയോ മൗനത്തിന്റെ മൂല്യമോ മനസ്സിലാകില്ല. ഒരിക്കൽ ഒരാൾ ചാണക്യനോട് ചോദിച്ചു, ഗുരുദേവാ, ഒരാൾ നമ്മളെ അപമാനിച്ചാൽ എങ്ങനെയാണതിന് മറുപടി നൽകേണ്ടത്? തികഞ്ഞ ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശത്രുവിൽ നിന്ന് എന്നേക്കുമായി രക്ഷ നേടണമെങ്കിൽ അയാളെ ഒരിക്കലും പകുതി വഴിയിൽ ഉപേക്ഷിക്കരുത്. വീണ്ടും നിങ്ങളുടെ നേരെ തല ഉയർത്താൻ ധൈര്യപ്പെടാത്ത രീതിയിലുള്ള മറുപടിയാണ് നൽകേണ്ടത്. കേൾക്കുമ്പോൾ ഇതൽപ്പം കഠിനമായി തോന്നാമെങ്കിലും സ്വന്തം ജീവിതത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും സംരക്ഷണത്തിന് ഇത് അത്യാവശ്യമാണ്. ശത്രുവിനെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കത്തക്ക രീതിയിൽ നേരിടാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന അത്യന്തം സ്വാധീനശക്തിയുള്ള 12 തന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ തത്വമാണ് അപമാനത്തെ മറക്കാതിരിക്കുക, പകരം അതൊരു വലിയ പാഠമാക്കുക. ചാണക്യന്റെ അഭിപ്രായത്തിൽ നമ്മൾ നേരിട്ട അപമാനത്തെ ഒരിക്കലും പൂർണ്ണമായി മറന്നുകളയരുത്. മറിച്ച് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായി മനസ്സിൽ സൂക്ഷിക്കണം. അപമാനങ്ങളെ പെട്ടെന്ന് മറക്കുന്നവർ വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കാനിടയുണ്ട്. എന്നാൽ ആ മുറിവിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവർ ഭാവിയിൽ കൂടുതൽ ജാഗ്രതയുള്ളവരും കരുത്തരുമായി മാറും. ഉദാഹരണത്തിന്, നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് ആരോ പരിഹസിച്ചുവെന്ന് കരുതുക. നിനക്കിത് സാധിക്കില്ല, നീ പരാജയപ്പെടും എന്നവർ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് നിങ്ങൾ തളർന്നു പോകാതെ അത് വെറുതെ വിട്ടുകളയുകയോ ചെയ്താൽ ഭാവിയിൽ വീണ്ടും അവർ നിങ്ങളെ പരിഹസിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ വാക്കുകളെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് വിജയിച്ചു കാണിക്കുക എന്നതാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ട ഏറ്റവും മികച്ച മറുപടി. ഒരാളിൽ നിന്നും നേരിടേണ്ടി വരുന്ന അപമാനങ്ങളെ തളർച്ചയോടെയല്ല, മറിച്ച് വലിയൊരു വാശിയോടെയാണ് നാം കാണേണ്ടത്. ആ പരിഹാസങ്ങളെ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ട് കഠിനാധ്വാനം ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ വിജയം കണ്ട് ഒരിക്കൽ നിങ്ങളെ പുച്ഛിച്ചവർ തന്നെ എഴുന്നേറ്റുനിന്ന് കൈയടിക്കുന്ന ഒരു കാലം വരും. ആചാര്യ ചാണക്യൻ പറയുന്നത് അപമാനങ്ങളെ മനസ്സിൽ സൂക്ഷിക്കണം എന്നാണ്. പക്ഷേ അത് നമ്മെ കാർന്നുതിന്നുന്ന വിഷമായിട്ടല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ഇന്ധനമായിട്ടായിരിക്കണം. ഈ കനലാണ് നിങ്ങളുടെ ആത്മബലത്തിന്റെ തെളിവായി നാളെ ലോകത്തിനു മുന്നിൽ ജ്വലിച്ചു നിൽക്കാൻ പോകുന്നത്. ഇനി ചാണക്യന്റെ രണ്ടാമത്തെ സുപ്രധാന തത്വം ശ്രദ്ധിക്കുക. എല്ലാത്തിനും ദേഷ്യം കൊണ്ട് മറുപടി നൽകരുത്, മറിച്ച് ബുദ്ധിപരമായ നീക്കങ്ങളാണ് അവിടെ ആവശ്യം. ഒരാൾ നമ്മളെ അപമാനിക്കുമ്പോൾ സ്വാഭാവികമായും ദേഷ്യം വരാം. എന്നാൽ ആ ദേഷ്യത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവഹേളിച്ചവന്റെ അതേ നിലവാരത്തിൽ മറുപടി പറയാൻ നിന്നാൽ അവിടെ തോൽക്കുന്നത് നിങ്ങളാണ്. സങ്കൽപ്പിച്ചു നോക്കൂ, ഒരാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ വസ്ത്രധാരണത്തെയോ കുടുംബത്തെയോ ജീവിതരീതിയെയോ പരിഹസിക്കുന്നു എന്ന് കരുതുക. ആ നിമിഷം നിങ്ങൾ പ്രകോപിതനാകുകയോ ചീത്ത വിളിക്കുകയോ ചെയ്താൽ അവിടെ നടന്ന അപമാനത്തേക്കാൾ ഉപരി നിങ്ങളുടെ മോശം പെരുമാറ്റമാകും മറ്റുള്ളവർ ഓർത്തുവെക്കുക. തർക്കം ആര് തുടങ്ങി എന്നതിനേക്കാൾ ആര് കൂടുതൽ മോശമായി സംസാരിച്ചു എന്നതിലേക്കാകും പിന്നീട് ചർച്ചകൾ നീങ്ങുക. ഇവിടെയാണ് ചാണക്യൻ സമാധാനത്തിന്റെ കരുത്തിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ശാന്തത എന്നത് ഒരിക്കലും ഒരു ദുർബലതയല്ല, മറിച്ച് ഒരു പോരാളിയുടെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഇതേ സാഹചര്യത്തിൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ നിങ്ങളുടെ ചിന്താഗതി ഇത്രയൊക്കെയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി, സാരമില്ല എന്നു മാത്രം പറഞ്ഞു നോക്കൂ. ആ ഒരൊറ്റ മറുപടിയിൽ അയാൾ ആകെ തളർന്നുപോകും. അയാളുടെ വാക്കുകൾക്ക് നിങ്ങളെ ഒന്ന് ഉലയ്ക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന തിരിച്ചറിവാണ് ആ വ്യക്തിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തോൽവി. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ജോലിസ്ഥലത്തോ കോളേജിലോ വെച്ച് ആരെങ്കിലും നിങ്ങളുടെ സംസാരശൈലിയെയോ വേഷത്തെയോ കളിയാക്കുന്നു എന്ന് കരുതുക. അവിടെ നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ പരിഹസിക്കുന്നവർക്ക് അത് കൂടുതൽ ആവേശമാകും. എന്നാൽ തികഞ്ഞ ശാന്തതയോടെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, എനിക്ക് എന്റെ രീതിയാണ് ഇഷ്ടം എന്നു പറഞ്ഞ് വീണ്ടും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അയാൾ പ്രതീക്ഷിച്ച ആ പ്രതികരണം നിങ്ങളിൽ നിന്ന് ലഭിക്കാത്തതുകൊണ്ട് അയാൾ സ്വയം നിശബ്ദനാകും. ഇതാണ് ചാണക്യൻ കാണിച്ചുതരുന്ന യഥാർത്ഥ വഴി. മറുപടി നൽകണം, പക്ഷേ അത് മൗനം കൊണ്ടും പുഞ്ചിരി കൊണ്ടുമാവണം. കാരണം എല്ലാ യുദ്ധങ്ങളും ജയിക്കുന്നത് വാളുകൾ കൊണ്ടല്ല, ചിലത് ബുദ്ധിപരമായ നിശബ്ദത കൊണ്ടുകൂടിയാണ്. ചില വിജയങ്ങൾ നാം നേടിയെടുക്കുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ക്ഷമയും വാക്കുകളുടെ ആഴവും കൊണ്ടാണ്. ആചാര്യ ചാണക്യന്റെ മൂന്നാമത്തെ പ്രധാന തത്വം പറയുന്നത് ആവർത്തിച്ചുള്ള അപമാനങ്ങൾ നിശബ്ദമായി സഹിക്കുന്നത് വിവേകമല്ല, മറിച്ച് വലിയൊരു വിഡ്ഢിത്തമാണ് എന്നാണ്. ഒരാൾ നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടാനോ പരിഹസിക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ബലഹീനതയെ മുതലെടുക്കുകയാണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ വിഷമം കാണുമ്പോൾ സന്തോഷം കണ്ടെത്തുകയും അതിനെ സ്വന്തം വിജയമായി കാണുകയും ചെയ്യുന്ന മനോഭാവമാണത്.
ഉദാഹരണത്തിന്, നിങ്ങളൊരു വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് കരുതുക. നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ ജോലിയെ തരംതാഴ്ത്തി സംസാരിക്കുകയോ നിങ്ങളെ കളിയാക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവിടെ എപ്പോഴും മൗനം പാലിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ നിശബ്ദത അയാളുടെ അഹങ്കാരം വർദ്ധിപ്പിക്കാനേ സഹായിക്കൂ. നിങ്ങൾ പ്രതികരിക്കില്ല എന്ന ധാരണ അയാളെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കുന്നത് ബുദ്ധിയല്ല, മറിച്ച് നിങ്ങളുടെ ബലഹീനതയാണ്. എന്നാൽ ഇതിനർത്ഥം ദേഷ്യപ്പെട്ട് വഴക്കിടണമെന്നല്ല, മറിച്ച് വളരെ ബുദ്ധിപൂർവമായിരിക്കണം നിങ്ങളുടെ പ്രതികരണം. ഓഫീസിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തെ ഒരാൾ പരിഹസിച്ചാൽ അപ്പോൾ തർക്കിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ പ്രൊജക്ട് ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കി മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റുമ്പോൾ നിങ്ങളെ പരിഹസിച്ച ആ നാവുകൾ താനേ അടഞ്ഞുപോകും. അതാണ് യഥാർത്ഥ വിജയം. ഇനി 4ാമത്തെ തത്വത്തിലേക്ക് കടക്കാം. അപമാനത്തിന് മറുപടി നൽകേണ്ടത് തികഞ്ഞ വിവേകത്തോടെയായിരിക്കണം. അപമാനിക്കപ്പെടുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൽ പ്രതികാരം ചെയ്യരുത് എന്നാണ് ചാണക്യനീതി പഠിപ്പിക്കുന്നത്. മനസ്സിന് മുറിവേൽക്കുമ്പോൾ ഉടൻ തന്നെ തിരിച്ചടിക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഏറ്റവും വലിയ മറുപടി എന്നത് കാലം കരുതിവെക്കുന്ന ഒന്നായിരിക്കണം. അത് നിങ്ങളുടെ കരുത്തിലൂടെയും വളർച്ചയിലൂടെയുമായിരിക്കണം നൽകേണ്ടത്. പ്രതികാരം ചെയ്യുക എന്നതിനർത്ഥം നമ്മളും അതേ രീതിയിൽ മറ്റൊരാളെ ചീത്തവിളിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുക എന്നതല്ല. നമ്മുടെ മാന്യത കൈവിടാതെ തന്നെ മറ്റൊരാളെ നിശബ്ദനാക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ കഠിനാധ്വാനവും തളരാത്ത മനസ്സും കൈവരിക്കുന്ന വിജയവുമാണ് നിങ്ങൾ നൽകേണ്ട മറുപടി. നിങ്ങൾ വെറും വായാടിയാണെന്നും നിങ്ങളെക്കൊണ്ട് ഒന്നിനും കഴിയില്ലെന്നും ആരെങ്കിലും പരിഹസിച്ചാൽ ആ വാക്കുകൾ കേട്ട് തളരാതെ അതൊരു ഊർജ്ജമായി മാറ്റുക. നിങ്ങളൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ എഴുത്തിൽ ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ ആ വേദനയെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റുക. ആ വാക്കുകളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ വിജയം തന്നെ അവർക്കുള്ള മറുപടിയായി മാറും. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 2 വഴികളാണുള്ളത്. മറ്റൊരാളുടെ പരിഹാസം കേട്ട് മനസ്സ് തകർന്ന് സ്വയം സംശയിച്ച് അവിടെ തന്നെ തളർന്നിരിക്കാം. അല്ലെങ്കിൽ ഒട്ടും ബഹളങ്ങളില്ലാതെ നിശബ്ദമായി സ്വന്തം കഴിവുകളെ മിനുക്കിയെടുക്കാം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും നിങ്ങളുടെ എഴുത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ നാളെ നിങ്ങളുടെ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലറായി മാറുമ്പോൾ നിങ്ങൾക്കുവേണ്ടി സംസാരിക്കാൻ മറ്റാരുടെയും ആവശ്യമില്ല. അന്ന് ലോകം നിങ്ങളുടെ വിജയത്തിന് സാക്ഷിയാകും. നിങ്ങളെ പരിഹസിച്ചവർ തനിയെ നിശബ്ദരാവുകയും ചെയ്യും. ആചാര്യ ചാണക്യൻ നൽകുന്ന പാഠവും ഇതുതന്നെയാണ്. നിങ്ങളെ താഴ്ത്തിക്കെട്ടിയവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി അവർക്കെത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ വളരുക എന്നതാണ്. വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം എന്നതാണ് ചാണക്യന്റെ 5ാമത്തെ സിദ്ധാന്തം. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. പകരം ആ പരിഹാസങ്ങളെ ഒരു ഇന്ധനമാക്കി മാറ്റി സ്വയം അത്രമേൽ യോഗ്യനാവുക. നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് ആരെങ്കിലും പരിഹസിക്കുമ്പോൾ ആ വാക്കുകളെ നിങ്ങളുടെ കരുത്താക്കി മാറ്റൂ. രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത് സ്വയം തെളിയിക്കൂ. വിജയം നിങ്ങളുടെ പാദങ്ങളിൽ ചുംബിക്കുമ്പോൾ ഒരിക്കൽ നിങ്ങളെ പുച്ഛിച്ചവർ അന്ന് നിശബ്ദരായി നോക്കി നിൽക്കും. അന്ന് നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് മറുപടി പറയേണ്ടി വരില്ല. നിങ്ങളുടെ നേട്ടം തന്നെ അവർക്കുള്ള കനത്ത മറുപടിയായിരിക്കും. എന്നാൽ അപമാനങ്ങൾ സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ടെന്നാണ് 6ാമത്തെ സിദ്ധാന്തത്തിലൂടെ ചാണക്യൻ പഠിപ്പിക്കുന്നത്. എപ്പോഴും മിണ്ടാതിരിക്കുന്നത് ബുദ്ധിയല്ല. ചില സമയങ്ങളിൽ മൗനം ഒരു ശക്തിയാണെങ്കിലും അത് ആവർത്തിക്കപ്പെട്ടാൽ അതൊരു ബലഹീനതയായി മാറും. ഒരാൾ ആദ്യമായി നിങ്ങളെ അപമാനിക്കുമ്പോൾ അത് അവഗണിക്കുന്നത് നിങ്ങളുടെ മാന്യതയും വലിയ മനസ്സുമാണ് കാണിക്കുന്നത്. 2ാം തവണയും നിങ്ങൾ ക്ഷമിച്ചാൽ അത് നിങ്ങളുടെ സഹനശക്തിയായി കരുതപ്പെടും. പക്ഷേ 3ാം തവണയും നിങ്ങളത് സഹിച്ചാൽ അത് വിഡ്ഢിത്തമാണ്. കാരണം നിങ്ങളുടെ മൗനം നിങ്ങളുടെ സമ്മതമാണെന്ന് മറ്റുള്ളവർ കരുതും. ഒരു സുഹൃത്തോ സഹപ്രവർത്തകനോ നിങ്ങളെ തമാശരൂപേണ പരിഹസിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചിരിച്ചു തള്ളിയേക്കാം. എന്നാൽ അതേ തമാശ ആവർത്തിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും അന്തസ്സിനെയും മുറിപ്പെടുത്തുന്നുവെങ്കിൽ അവിടെ മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ തെറ്റാണ്. അത്തരം സാഹചര്യങ്ങളിൽ വൈകാരികമായി തളരാതെ, ദേഷ്യപ്പെടാതെ, തികഞ്ഞ ശാന്തതയോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുക, ഈ പരിഹാസം എനിക്കിഷ്ടപ്പെടുന്നില്ല, ഇതിവിടെ നിർത്തണം. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ശാന്തമായി എന്നാൽ അങ്ങേയറ്റം ദൃഢതയോടെ പറയുക, ഈ തമാശകൾ ഇനിയിവിടെ അവസാനിക്കണം, ഇതിനിയും സഹിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ വാക്കുകൾ പരുഷമാകണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ സ്വരത്തിലും ആത്മവിശ്വാസത്തിലും ഒരു കാര്യം വ്യക്തമായിരിക്കണം: നിങ്ങൾ ക്ഷമയുള്ളവനാണ്, പക്ഷെ ഒരിക്കലും ദുർബലനല്ല. മൗനം എന്നത് ബഹുമാനത്തിന്റെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം അത് പാലിക്കുന്നത് നല്ലതാണ്. എന്നാൽ ആ മൗനം നിങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുമ്പോൾ പ്രതികരിക്കുക എന്നത് അനിവാര്യമാണ്. ഇവിടെയാണ് 7ാമത്തെ തത്വം പ്രസക്തമാകുന്നത്. അപമാനത്തെ ഒരു ഭാരമായല്ല, മറിച്ച് നിങ്ങളുടെ കരുത്തായി മാറ്റുക. ചാണക്യൻ പറഞ്ഞതുപോലെ അപമാനത്തിന്റെ വേദന ഒരാളുടെ ആത്മാവിനെപ്പോലും പിടിച്ചുലച്ചേക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോഴോ പഴയ പരാജയങ്ങൾ എടുത്തുപറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴോ ആ മുറിവ് ആഴത്തിലുള്ളതായിരിക്കും. എന്നാൽ ഈ വേദനയിൽ തളരാതെ അതിനെ വിജയത്തിലേക്കുള്ള ഊർജ്ജമാക്കി മാറ്റുന്നവനാണ് യഥാർത്ഥ വിജയി. കോപത്തോടെയല്ല, മറിച്ച് വിവേകത്തോടെയാണ് ഇതിന് മറുപടി നൽകേണ്ടത്. തിരിച്ചു തർക്കിക്കുന്നതിലല്ല, മറിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനാണ് കാര്യമെന്ന് അവൻ തിരിച്ചറിയുന്നു. ആരെങ്കിലും നിങ്ങളുടെ പഴയ പരാജയങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് പ്രതികരിക്കാതെ ഒന്ന് പുഞ്ചിരിക്കുക. നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ വിജയത്തിന്റെ ഉന്നതി കണ്ട് പഴയ പരിഹാസങ്ങൾ ലോകം തന്നെ മറന്നുപോകത്തക്ക രീതിയിൽ വളരുക.
അപമാനത്തെ ഹൃദയത്തിലെ മുറിവായിക്കൊണ്ടു നടക്കാതെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയായി അതിനെ മാറ്റുക. എട്ടാമത്തെ തത്വം പഠിപ്പിക്കുന്നത് ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് വിജയിക്കാനാണ്. ശത്രുശക്തനാണെങ്കിൽ എടുത്തുചാടി പോരാടുന്നതിനു മുൻപ് നന്നായി ചിന്തിക്കുക. നേരിട്ടുള്ള ഏറ്റുമുട്ടലിനേക്കാൾ ബുദ്ധിപരമായ തന്ത്രങ്ങൾ മെനയുന്നതാണ് എപ്പോഴും ഉചിതം. ക്ഷമയും ബുദ്ധിശക്തിയും ശരിയായ സമയവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവരോട് വഴക്കിടാൻ നിൽക്കാതെ സത്യസന്ധതയോടെയും ശാന്തതയോടെയും മുന്നോട്ടു പോവുക. കാലം കഴിയുമ്പോൾ സത്യമെന്താണെന്ന് ലോകം തനിയെ തിരിച്ചറിഞ്ഞുകൊള്ളും. ഇനി നിങ്ങളുടെ എതിരാളി ബിസിനസ്സിലോ ജോലിയിലോ നിങ്ങളെ തകർക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ജോലിയുടെ മികവും ഗുണനിലവാരവും കൊണ്ട് അവർക്ക് മറുപടി നൽകുക. ശത്രുവിനെ തകർക്കുക എന്നതിനർത്ഥം അവരെ ശാരീരികമായി നേരിടുക എന്നല്ല, മറിച്ച് നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കാൻ അവർക്ക് ധൈര്യം വരാത്ത രീതിയിൽ അത്രമേൽ ബുദ്ധിപരമായ അടിത്തറ നിങ്ങൾ പണിയുക എന്നതാണ്. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞതുപോലെ വെറും അക്രമത്തിലൂടെയല്ല, മറിച്ച് നിങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും കൊണ്ട് എതിരാളിയുടെ വേരുകൾ തന്നെ ഇളക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒൻപതാമത്തെ തത്വം നിങ്ങളുടെ മൗനത്തെ ഒരു തന്ത്രമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ്. മൗനം എന്നത് ഒരിക്കലും ഒരു ദൗർബല്യമല്ല. എല്ലാ പ്രകോപനങ്ങൾക്കും പെട്ടെന്ന് പ്രതികരിക്കേണ്ടതില്ലെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഏറ്റവും ശക്തമായ മറുപടിയെന്നത് മൗനമായിരിക്കും. എന്നാൽ ആ മൗനത്തിനു പിന്നിൽ വ്യക്തമായ ഒരു പദ്ധതിയോ ചിന്തയോ ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലായാലും ജോലിസ്ഥലത്തായാലും ബന്ധങ്ങളിലായാലും നിങ്ങളെ പ്രകോപിപ്പിക്കാനും തളർത്താനും ഒരുപാടുപേർ ശ്രമിച്ചേക്കാം. എന്നാൽ അത്തരം അനാവശ്യ പ്രകോപനങ്ങൾക്ക് മുന്നിൽ വീഴാതെ ലക്ഷ്യബോധത്തോടെ ശാന്തമായി മുന്നോട്ടു പോവുക. ഈ ശാന്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി.